ഹലോ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു ഇജുവാല 2.0. അപ്പോൾ നമ്മൾ ഇജുവാല 2.0 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ +2 കൊമേഴ്സ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ജനുവരി 10th നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അതിന് മുന്നേ ആയിട്ട് നിങ്ങളോടൊക്കെ പറയാനായിട്ടുള്ളത് നമുക്ക് ഓൺലി ദർ ഈസ് 30-something days, ഒരു 30 to 35 days മാത്രമേ നമുക്ക് എന്തിനുള്ളൂ, നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ആയിട്ടുള്ളൂ. എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഫെബ്രുവരി 22 നമ്മുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. മോഡൽ എക്സാം കഴിഞ്ഞാൽ 1 week കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ എക്സാം ആണ്. അപ്പോൾ മോഡൽ എക്സാമിനെങ്കിലും നിങ്ങൾ എത്ര പഠിച്ചിരിക്കണം? ഒരു 75% നിങ്ങൾ പഠിക്കേണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാനും ഇതാണ് ഇമ്പോർട്ടൻ്റ്, ഓരോ പാർട്ടിലും നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി മക്കൾ, ഇതാണ് മെയിൻ കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടൻസി ആണെങ്കിൽ ഈ പ്രോബ്ലം ആണ് നിങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഉള്ളവരുടെ കാര്യമല്ല, അല്ലാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. വേറൊരു കാര്യം മിസ്സിന് അറിയാം, ഒരു ബിലോ ഏവറേജ് അല്ലെങ്കിൽ ഒരു ഏവറേജ് സ്റ്റുഡൻസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയാൽ നിങ്ങൾ ആരും തന്നെ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല. അത് എനിക്ക് ഷുവറാണ്. അല്ലാത്ത സ്റ്റുഡൻസിൻ്റെ മിസ്സ് പറയുന്നില്ല. കുറേ കുട്ടികൾ റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, പഠിച്ചു തുടങ്ങിയവരുണ്ട്, ക്രിസ്മസ് എക്സാമിന് തന്നെ നല്ല ആത്മാർത്ഥമായി പഠിക്കുന്ന കുട്ടികളുണ്ട്. അതൊന്നുമല്ലാതെ ഒന്നാം പാഠം ഏതാ രണ്ടാം പാഠം ഏതാന്ന് അറിയാത്ത ഒരുപാട് സ്റ്റുഡൻസിൻ്റെ മിസ്സിനറിയാം. അവർക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇജുവാല 2.0 കൊമേഴ്സ് ബാച്ചിൻ്റെ ഈ ക്രാഷ് എന്ന് പറയുന്നത്. ഒന്നും അറിയില്ല മിസ്സേ, എത്ര പാടുണ്ടെന്ന് അറിയില്ല, ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്ന് അറിയില്ല, അങ്ങനെയുള്ളവർ ആരും ടെൻഷൻ ആവണ്ട. നമ്മുടെ ഈ 15 days ക്രാഷ് ബാച്ചിലേക്ക് വരിക. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ സബ്ജക്റ്റുകൾ, കൊമേഴ്സ് കുട്ടികളുടെ മെയിൻ സബ്ജക്റ്റുകളായ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ്, ഇതാണ് നമ്മുടെ കോർ സബ്ജക്റ്റുകൾ അല്ലേ. ഈ കോർ സബ്ജക്റ്റുകൾ അക്കൗണ്ടൻസി ഇൻക്ലൂഡിങ് AFS ഓൾസോ, AFSൻ്റെ ക്ലാസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് എന്താണ്, അവർക്ക് തിയറി ആണ് അല്ലേ, കുറേ സ്പ്രെഡ്ഷീറ്റ്, ലിബർ ഓഫീസ് കാൽക്കിനൊക്കെ കുറിച്ച് പഠിച്ച് അവരുടെ കാര്യം കഴിഞ്ഞു. പക്ഷേ AFSകാർക്ക് അങ്ങനെയല്ല. AFS സ്റ്റുഡൻസിന് എന്തായിട്ടുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. അതിൽ ഏതൊക്കെ പഠിക്കണം മിസ്? എനിക്ക് +2 പാസ് ആയാൽ മതി, ഒരു ഡബിൾ പാസ് കിട്ടിയാൽ മതി, ഒരു A+ മതി, ഒരു ഫുൾ മാർക്ക് മതി, അങ്ങനെ അങ്ങനെയുള്ള എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ബാച്ച്. അപ്പോൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഇത് 3 നമ്മുടെ കോർ സബ്ജക്റ്റുകൾ. ഇത് കൂടാതെ ഇംഗ്ലീഷും മാത്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്സ് നമ്മുടെ എന്താ പറയുക ഓപ്ഷണൽ ആയിട്ടുള്ളവർക്കാണ്, പ്രത്യേകം പറയാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ഒന്നും തന്നെ നമ്മൾ 50 days ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം പല സ്കൂളുകളിൽ പല ഓപ്ഷൻ കോഴ്സുകളാണുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്തെടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല. മാത്രമല്ല കോർ സബ്ജക്റ്റുകളാണ് കൊമേഴ്സ് ബാച്ചിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. മാത്രമല്ല ഒരു മിസ്സാണ് ക്ലാസ് എടുക്കുന്നത്, അല്ലാതെ വേറെ ടീച്ചേഴ്സിനൊന്നും നമ്മൾ വെക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഈ 3 സബ്ജക്റ്റുകൾ, അതായത് അക്കൗണ്ടൻസി, ബിസിനസ്, ഇക്കണോമിക്സ്, അതിൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണാം. ഇപ്പോൾ ട്രയൽ ക്ലാസ് ചോദിക്കുന്ന കുട്ടികളുണ്ടെന്ന് ജസ്റ്റ് കണ്ടിട്ട് അത് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടാൽ മതി. അതാണ് മിസ് എടുക്കുന്ന ക്ലാസ്. അതുപോലെയാണ് ക്ലാസ് എടുക്കുന്നത്, ഇതേപോലെയാണ് ക്ലാസ് എടുക്കുക. ബുക്കൊക്കെ വെച്ച്, പെന്നൊക്കെ യൂസ് ചെയ്ത്, സ്കെച്ച് പെന്നൊക്കെ പറഞ്ഞ്, ടെക്സ്റ്റ് വെച്ച്, ഗൈഡ് വെച്ച്, പ്രോബ്ലംസ് പറഞ്ഞു തന്ന്, പ്രോബ്ലംസ് ചെയ്ത് കാണിച്ച് തന്ന്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം, നിങ്ങൾ പഠിക്കേണ്ടതായ കാര്യങ്ങൾ മാത്രം, അല്ലാതെ വലിച്ചു വാരി A to Z ഒന്നും നമ്മൾ പഠിക്കില്ല. നമ്മൾ പക്ഷേ എക്സാം ഓറിയൻറ്റഡ് 80 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. റിവിഷൻസ് ആണ്. ആദ്യം ചാപ്റ്റർ വൈസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുക. ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ, അങ്ങനെ പോവും. വേഗം നമ്മൾ ചാപ്റ്റർ വൈസ് എടുത്ത് തീർക്കുകയും, കാരണം നമുക്ക് മോഡൽ എക്സാം വരികയാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, 20-30 days നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത് തീർക്കണമെന്നുണ്ട്. അതിനുശേഷമുള്ള 20 days നമ്മൾ റിവിഷൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് ചെയ്യുക. ദെൻ 8 മാർക്കിൻ്റെ ക്ലാസ്സുകൾ, അതായത് 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ടായിരിക്കും. 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ടായിരിക്കും. അതായത് പഠിച്ച് തന്നെ ഒന്നും കൂടി റിവൈസ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇജുവാലറ്റിൻ്റെ ക്ലാസ്. സബ്ജക്റ്റുകൾ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ദെൻ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. ഓൺ യൂട്യൂബ് ലൈവ് സ്ട്രീം വഴിയാണ് നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. നിങ്ങൾക്കത് പിന്നീട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് ക്ലാസ് കാണാവുന്നതും കേൾക്കാവുന്നതാണ്. ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങൾക്ക് അപ്പോൾ ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, മിസ്സസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡൗട്ടുകൾ അപ്പോൾ ചോദിക്കാം. അപ്പോൾ ക്ലിയർ ആവാത്ത സ്റ്റുഡൻസിനുണ്ടെങ്കിൽ പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം. ഷോർട്ട് നോട്ട്സ് മിസ് എഴുതുന്ന ഈ ഒരു നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്. മാർച്ച് 1 വരെയാണ് നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മേ ബി എബവ് 50 days പെടാം.
ദെൻ എക്സാം ഓറിയൻറ്റഡ് ടോപ്പിക്സ് മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. അല്ലാതെ കുറേ സ്റ്റുഡൻസ് നമുക്കറിയാം ഈ ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അരിച്ച് പറക്കി ഓരോ ലൈൻ ബൈ ലൈനായിട്ട് പഠിക്കും. പക്ഷേ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിന് എന്താ വേണ്ടത്? കുഴപ്പമില്ലാത്തൊരു മാർക്ക് അല്ലേ, A+ ആണെങ്കിലും B+ൻ്റെ എബവ് അങ്ങനെ ആ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിലെ ഡബിൾ പാസ് കുട്ടികളും പാസ് കുട്ടികളും ഒക്കെ പെട്ടു. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ 50 days ക്രാഷിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ പിന്നത്തെ കാര്യം എന്ന് പറയാൻ പെർ സബ്ജക്റ്റ് 500 rupees ആണ് നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത്. 5 സബ്ജക്റ്റ് എടുക്കുന്നവർക്ക് 2000 rupees ആണ്. ദെൻ എല്ലാ ഡീറ്റെയിൽസും ഫോർ മോർ ഇനിയും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് 7907664613. ഇതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു അലേർട്ടായിട്ടാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പം തന്നെ നമ്മൾ ക്ലാസ് തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ അത്രയും ഡേയ്സ് നിങ്ങൾ പഠിക്കണത് ആ ഒരു ടൈം പോവില്ല. ഇപ്പം നിങ്ങളൊരു 15 days ഒക്കെ കഴിഞ്ഞിട്ടാണ് മിസ്സിൻ്റെ ഈ ക്രാഷ് ബാച്ചിൽ വരുന്നത് എങ്കിൽ 15 ദിവസവും നിങ്ങൾ പഠിക്കില്ല. ഇപ്പം ദിവസം നമ്മൾ 2 hours ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു സബ്ജക്റ്റ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, 2 സബ്ജക്റ്റ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡെയിലി ഇപ്പോൾ ഒരു 3 വിഷയം എടുക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഡെയിലി 2 hour ക്ലാസ് ആണ് വർക്കിംഗ് ഡേയ്സിൽ. സാറ്റർഡേ ഹോളിഡേയ്സ് നമ്മൾ 2-3 hours ഒക്കെ എടുക്കും. അപ്പോൾ ആ 1-2 മണിക്കൂറെങ്കിലും നിങ്ങൾ മിസ്സിൻ്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമല്ലേ. നിങ്ങളിപ്പോൾ ഒട്ടും പഠിക്കാത്ത കുട്ടികൾ, ഡെയിലി ഒരു പേജ് പോലും പഠിക്കാത്ത കുട്ടികൾ ഉണ്ടാവും. എന്നിട്ട് എല്ലാവരും ഫൈനൽ എക്സാമിന് യൂട്യൂബിലും മെയിൻ ഇമ്പോർട്ടൻസ് എല്ലാം നോക്കിയിരുന്ന് തല കുത്തിയിരുന്ന് പഠിക്കും. അപ്പോൾ ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ആ ക്ലാസ് കാണാമല്ലോ, ആ ഒരു ക്ലാസ് കേൾക്കാമല്ലോ. അപ്പോൾ ആ 2 weeks അത്രയും ലേറ്റ് ആവാതിരിക്കുക. വേഗം ജോയിൻ ചെയ്യാവുന്നവർ വേഗം ജോയിൻ ചെയ്യുക. മിസ്സിൻ്റെ ക്ലാസ് കണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ എല്ലാവരും എത്രയും വേഗം പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കിനി സ്റ്റഡി പ്ലാൻ ഉണ്ട്, വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ആ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നമുക്ക് ക്ലാസ്സസ് നോക്കണം. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്. ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാം കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.